السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. നമ്മൾ 2-3 പീരീഡായി ഇഅ്ലാലിനെ കുറിച്ചാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ? ഇന്ന് മൂന്നാമത്തെ ചർച്ചയാണ്. അപ്പോൾ ഒന്നാമത്തെയും രണ്ടാമത്തെയും ചർച്ച എന്തായിരുന്നു? ഫസ്റ്റ് ഇഅ്ലാലുമായി ബന്ധപ്പെട്ട നമ്മുടെ ഒന്നാമത്തെ ചർച്ച, അലിഫിനെയും യാഇനെയും എപ്പോഴാണ് വാവാക്കി മറിക്കുക അല്ലെ? ഖൽബുൽ അലിഫി വൽ യാഇ വാവൻ. അലിഫും യാഉം എപ്പോഴാണ് വാവാക്കി മറിക്കപ്പെടുക എന്ന് നമ്മൾ ചർച്ച ചെയ്തു. രണ്ടാമത്തെ ചർച്ച, ഖൽബുൽ വാവി യാഅൻ, വാവിനെ എപ്പോഴാണ് യാ ആക്കി മറിക്കുക എന്ന് ചർച്ച ചെയ്തു. ഇന്ന് നമ്മൾ മൂന്നാമത്തെ ചർച്ചയാണ് ഖൽബുൽ വാവി വൽ യാഇ ഹംസത്തൻ, വാവിനെയും യാഇനെയും എപ്പോഴാണ് ഹംസയാക്കി മറിക്കുക. ഉദാഹരണം നോക്കി, നിങ്ങൾ കിതാബിൽ നോക്കി ഒന്നാമത്തെ ഉദാഹരണം, ഇദാ ദഅകൽ മുൽതറു ഫസ്തജിബ് ദുആ. പ്രയാസം അനുഭവിക്കുന്ന ഒരാൾ എന്നെ വിളിച്ചാൽ അവന്റെ വിളിക്കിനി ഉത്തരം നൽകണം. ദഅ എന്ന ഫിയല്, ആ ഫിയല് നിങ്ങൾ നോക്കിയാൽ അടുത്ത അലിഫ് കണ്ടങ്ങൾ, ദഅ എന്നുള്ള നീല നിറത്തിലുള്ള അലിഫ്, ആ അലിഫ് ശരിക്കും എന്താ? വാവാണ്, നമുക്കറിയാം അല്ലെ? ദഅ യദ്ഉ എന്നാണ്. ദഅ യദ്ഉ. അപ്പൊ ദഅ യദ്ഉ എന്നതിൽ നിന്ന് മസ്തർ എടുക്കുമ്പോൾ എന്ത് വരണം? ദുആവ് എന്ന് വരണം അല്ലെ? ദുആവ്, കാരണം വാവിയാണ്. അപ്പൊ നാഖിസ് വാവിയാകുമ്പോ വാവ് കാണണ്ടേ? പക്ഷെ ദുആവ് എന്നല്ല കൊടുത്തത്, ദുആ എന്നാണ്. അപ്പൊ എന്ത് മനസ്സിലായി? അദ്ദുആ എന്നതിന് അസ്ലി അദ്ദുആവ് എന്നാണ് അല്ലെ? അവിടെയുള്ള വാവിനെ മറിച്ച് ഹംസയാക്കി മറിച്ചിട്ടുണ്ട്. അദ്ദുആ എന്നതിന് അസ്ലി അദ്ദുആവ് എന്നാണ്. ആ ദുആവിനെ പിടിച്ചിട്ടാണ് ദുആ എന്നാക്കിയത്. എന്താണ് അതിനുള്ള കാരണം? സായിദയായ അലിഫിന് ശേഷം വാവ് അറ്റത്ത് വന്നാൽ വാവിനെ മറിച്ച് ഹംസയാക്കും. അടുത്ത ഉദാഹരണം വിശദീകരിക്കാം. രണ്ടാമത്തെ ഉദാഹരണം, കാന ഉമർ ഇദാ ഖളാ അദല ഫിൽ ഖളാ. ഉമർ റളിയല്ലാഹു അൻഹു എന്തെങ്കിലും വിധി കൽപ്പിക്കുകയാണെങ്കിൽ ആ വിധി കൽപ്പിക്കുന്നതിൽ നീതി പുലർത്തുന്ന ആളായിരുന്നു. ഇവിടെ ഖളാ എന്നത് നാഖിസാണ്. ഖളാ യഖ്ലി എന്നാണ്, നാഖിസ് യാഇ ആണ് അല്ലേ? അപ്പൊ അതിന് മസ്തർ എടുക്കുമ്പോൾ എങ്ങനെ വരണം? അൽ ഖളായ് എന്ന് വരണം അല്ലെ? അൽ ഖളായ് എന്ന് വരണം. പക്ഷെ കാണാണ്ടോ? എന്താ നിങ്ങൾ കാണുന്നത്? അൽ ഖളാ എന്നാണ്. ശരിക്കും എങ്ങനെ വരണം? അൽ ഖളായ്. അതിന്റെ അസ്ൽ എന്താ? അൽ ഖളാ എന്നതിന് അസ്ല് അതാ അൽ ഖളായ് എന്നാണ്. കാരണം ഖളാ യഖ്ലി, അപ്പോൾ യാവുമ്പോൾ അൽ ഖളായ് എന്ന് മസ്തർ വരണം. പക്ഷെ അതിനെ മറിച്ച് യാഇനെ മറിച്ച് ഹംസയാക്കി. എന്താ കാരണം? സായിദയായ അലിഫിന് ശേഷം യാ അറ്റത്ത് വന്നാൽ യാഇനെ മറിച്ച് ഹംസയാക്കും. ആ ഖളാ എന്നുള്ളിടത്ത് അലിഫ് സായിദയാണ്. കാരണം ഒറിജിനൽ ഫീൽ ഖളാ എന്നുള്ളിടത്ത് ആ അലിഫ് യാഇന്റെ അലിഫാണത്, അല്ലാതെ ഈ അലിഫ് അവിടെ ഉണ്ടായിരുന്നോ? ശരിക്കും അൽ ഖളായ് എന്നല്ല പറഞ്ഞത്. ഖാഫും ലോദും യാഉമാണ് അസ്ലിയായ അക്ഷരം. അലിഫ് സായിദയായി വന്നതാണ്. ഇങ്ങനെ സായിദ അലിഫിന് ശേഷം യാ അറ്റത്ത് വന്നാൽ അതിനെ മറിച്ചും ഹംസയാക്കുന്നതാണ്. അറ്റത്ത് വരണം കേട്ടോ. മൂന്നാമത്തത്, വൈദാ വഫാ കാന മിസാലം ഫിൽ വഫാ. ഉമർ റളിയല്ലാഹു അൻഹു കരാർ പൂർത്തിയാക്കുകയാണെങ്കിൽ അത് അതിൽ മാതൃകയാകും. അത്രക്ക് ഉഷാറായിരുന്നു. അത് പോട്ടെ, ഉദാഹരണം പോട്ടെ. അവിടെ വഫ യഫി എന്നാണ്. വഫ യഫി, അത് യാ എന്ന് മനസ്സിലായി. അപ്പോൾ അതിന് മസ്തർ എടുക്കുമ്പോൾ വഫാ എന്ന് വരണം. വൽ വഫായ് അല്ലെ? വഫാ യഫി അല്ലെ? അപ്പൊ വഫായ് എന്ന് വരണം. പക്ഷെ വഫാ എന്നാണ്, മനസ്സിലായി. അൽ വഫാ എന്നതിന്റെ അസ്ലപ്പ് എന്താണ്? അൽ വഫായ് എന്നാണ്. വഫായ് എന്നതിനെ വഫാ എന്നാക്കി മറിച്ചു. യാഇനെ മറിച്ച് ഹംസയാക്കി. എന്താ കാരണം? സായിദയായ അലിഫിന് ശേഷം യാ അറ്റത്ത് വന്നാൽ യാഇനെ മറിച്ച് ഹംസയാക്കും. ഓക്കെ അല്ലേ? അപ്പൊ വഫയ എന്നുള്ള വാഫയ, വാവ് ഫ യാ ഇവരാണ് അസ്ലിയായ അക്ഷരം. ആ അലിഫ് സായിദയാണ്. ഇങ്ങനെ സായിദയായ അലിഫിന് ശേഷം യാ അറ്റത്ത് വന്നാൽ, ഒന്നാമത്തെ ഉദാഹരണത്തിൽ വാവ് അറ്റത്ത് വന്നാൽ ഇതിനൊക്കെ മറിച്ച് ഹംസയാക്കും. മൂന്ന് ഉദാഹരണം ഒന്നുകൂടി പറയുന്നു. ഇദാ ദഅകൽ മുൽതറു ഫസ്തജിബ് ദുആ കാന ഉമറു ഇദാ ഖള അദല ഫിൽ ഖളാ വഇദാ വഫാ കാന മിസാലൻ ഫിൽ വഫാ. ഈ മൂന്ന് ഉദാഹരണത്തിൽ നിങ്ങൾ ആ നിറം മാറ്റി കൊടുത്ത ചുവപ്പ്, ദഅ യദ്ഉ, ഖളാ യഖ്ലി, വഫാ യഫി. ദഅ എന്നിടത്തുള്ള ആ അലിഫ് അത് ശരിക്കാരാണ്, വാവാണ് അല്ലെ? ദഅ യദ്ഉ വാവാണ്. ഖളാ എന്നുള്ളിടത്ത് അലിഫാന യാ ആണ്. ഖളാ യഖ്ലി എന്നാണ്, അപ്പൊ യാ ആണ്. വഫാ യഫി എന്നാണ്, അതും യാ ആണ്. അപ്പോ ദഅക എന്നുള്ളിടത്ത് ആ അലിഫും വാവാണ്. ദഅ യദ്ഉ എന്നല്ലേ? അപ്പൊ അതിന് മസ്തർ എടുക്കുമ്പോൾ എങ്ങനെ വരണം? ദുആവ് എന്ന് വരണം. ഖളാ ആകുമ്പോൾ ഖളായ് എന്ന് വരണം. വഫാ യഫി ആകുമ്പോൾ വഫായ് എന്ന് വരണം. പക്ഷേ എല്ലായിടത്തും ദുആവ് എന്നുള്ളത് ദുആ ആയി, ഖളായ് എന്നുള്ളത് ഖളാ എന്നായി, വഫായ് എന്നുള്ളത് വഫാ എന്നായി അല്ലേ?
നോക്കി അണ്ടാ അദ്ദുആ എന്നതാണ് ദുആ ആയി മാറിയത്. അൽ ഖലാ എന്നതാണ് അൽ ഖലാ എന്നായി മാറിയത്. അൽ വഫാ എന്നതാണ് അൽ വഫാ എന്നായി മാറിയത്. ഈ മൂന്ന് ഉദാഹരണത്തിൽ നമുക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ സായിദയായ അലിഫിന് ശേഷം വാവോ യാഓ അറ്റത്ത് വന്നാൽ ആ വാവിനെയും യാഇനെയൊക്കെ മറിച്ച് ഹംസയാക്കും. ഓക്കെ അല്ലേ? അപ്പൊ അദ്ദുആ എന്നുള്ളത് സായിദ അലിഫിന് ശേഷം വാവാണ് വന്നത്, വാവിനെ പിടിച്ച് ഹംസയാക്കി അദ്ദുആ എന്നായി. അൽ ഖലാഇ എന്നുള്ളത് സായിദ അലിഫിന് ശേഷം യാ വന്നു, യാഇനെ പിടിച്ച് ഹംസയാക്കി അൽ ഖലാ എന്നായി. അൽ വഫാഇ എന്നുള്ളത് സായിദ അലിഫിന് ശേഷം യാ വന്നു, യാഇനെ പിടിച്ച് ഹംസയാക്കി അൽ വഫാ എന്നായി. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് എന്താ മനസ്സിലായത്? തുഖ്ലബുൽ വാഉ വൽ യാഉ ഹംസതൻ ഇദാ തതറഫത് ഇഹ്ദാഉമാ ബഅദ അലിഫിൻ സായിദ. സായിദയായ അലിഫിന് ശേഷം വാവും യാഉം അറ്റത്ത് വന്നാൽ, അത് പ്രത്യേകം നോട്ട് ചെയ്യണം കേട്ടോ, അറ്റത്ത് വന്നാലാണ് ഈ നിയമം ബാധകമാവുക. ഇനി അടുത്ത ഘട്ട ഉദാഹരണം, ഇദാ സാദ അഹദും ബിമാലിഹി ഫകുൻ സായിദൻ ബിഅദബിക. നാട്ടിൽ കുറെ ആൾക്കാർ സമ്പത്ത് കൊണ്ട് നേതാക്കളാകുന്നവരുണ്ട്, പക്ഷേ നീ നിന്റെ മര്യാദ കൊണ്ട് നിന്റെ അദബ് കൊണ്ടാവണം നേതാവാകേണ്ടത്. ഇവിടെ നമ്മളെ വിഷയം എന്താ വെച്ചാല് സാദ എന്ന ഫീലിന്റെ പ്രത്യേകത എന്താ നോക്കി നിങ്ങള്. സാദ എന്ന ഫീല് അജ്വഫായ സുലാസിയായ അജ്വഫായ ഫീലാണ് അല്ലെ. അതിന്റെ നടുവില് സാദന്റെ അസ്ലെന്താ സാദ യസൂദു എന്നാണ്. അപ്പൊ സവദ എന്ന് മനസ്സിലായില്ലേ. സാദ യസൂദു വാവ്, ആ അലിഫ് ശരിക്കാരുടെ വാവാണ്. അപ്പൊ അതിന് ഇസ്മുഫാൽ എടുക്കുമ്പോൾ എങ്ങനെ വരണം? സാവിദ് എന്ന് വരണം അല്ലെ. സാദ യസൂദു എന്നാണ്, അപ്പൊ സാവിദ് എന്ന് വരണം. പക്ഷെ നമ്മൾ സാവിദ് എന്നല്ല പറയണത്, സായിദ് എന്നാണ്. അവിടെയുള്ള വാവിനെ പിടിച്ച് ഹംസയാക്കിയിരിക്കുന്നു. എന്താ കാരണം? എന്താ? സുലാസിയായ അജ്വഫായ ഫീലിന്റെ ഇസ്മു ഫായിലില് ആ അലിഫിന് ശേഷമുള്ള ആ വാവാണെങ്കിൽ വാവ്, യാ ആണെങ്കിൽ യാ, ഇതിനെ പിടിച്ചൊക്കെ ഹംസയാക്കും. ഉദാഹരണം നോക്കി നമുക്ക് ലാസ്റ്റ് കൺക്ലൂഡ് ചെയ്യുമ്പോൾ ഒന്നുകൂടി ക്ലിയർ ആകും. ലാ തസ്അം ഇദാ ഹാല ഹായിലുൻ ദൂന മാ തത്ലുബു. നീ അന്വേഷിക്കുന്ന വല്ല കാര്യം ഉണ്ടെങ്കിൽ അതിന് മുമ്പ് വല്ല മറയും വന്നാൽ നീ നിരാശനാവരുത്, മടുക്കരുത്. IAS-നാണ് നിന്റെ ലക്ഷ്യമെങ്കിൽ അതിന് മുമ്പിൽ പല തടസ്സങ്ങളൊക്കെ ഉണ്ടാവും, അതൊന്നും നീ മെയിൻ ചെയ്യാൻ പാടില്ല, നെവർ ആക്കുക. വിഷയം അതല്ല. ഹാല യഹൂലു എന്നാണ് അലിഫ് ശരിക്കാരാ വാവണ, മനസ്സിലായി. അപ്പൊ അതിന് ഇസ്മു ഫായിൽ എടുക്കുമ്പോൾ എങ്ങനെ വരണം? ഹാല യഹൂലു ഹാവിൽ എന്ന് വരണം അല്ലെ. ഹാവിൽ എന്ന് വരണം. പക്ഷെ നമ്മൾ എടുത്തപ്പോൾ എന്താ കണ്ട? ഹാവിൽ എന്നല്ല ഹാഇൽ നടത്തത്. വാവിനെ പിടിച്ച് ഹംസയാക്കിയിട്ടുണ്ട്. ഹാവിൽ എന്നുള്ളതിനെ പിടിച്ച് ഹാഇൽ എന്നാക്കി. എന്താ കാരണം? സുലാസിയായ അജ്വഫായ ഹാല എന്ന ഫീല്, ഈ ഫീലിന്റെ ഇസ്മു ഫായിൽ എടുക്കുമ്പോൾ അവിടെയുള്ള വാവിനെ പിടിച്ച് നമ്മൾ എന്താക്കി മാറ്റും? ഹംസയാക്കി മാറ്റുന്നതാണ്. അടുത്തത്, ഇദാ ഹാദ അനിൽ ഹഖ് ഹായിദുൻ ഫഅർഷിദുഹു. നേർമാർഗത്തെ തൊട്ട് ആരെങ്കിലും തെറ്റിപ്പോകുന്നുണ്ടെങ്കിൽ ഫഅർഷിദുഹു, അവനെനിക്ക് നീ നേരായ മാർഗം കാണിച്ചു കൊടുക്കണം. വിഷയം എന്താ വെച്ചാല് ഹാദ യഹീദു എന്നാണ് അതിന്റെ മുതാരി. ഹാദ യഹീദു. അപ്പൊ നമുക്കൊരു കാര്യം മനസ്സിലായി. ആ ഹാദ എന്നുള്ളത് അലിഫ് ശരിക്കും ആരാണ്? യാ ആണല്ലേ. ഹാദ യഹീദു എന്നാണ്. അപ്പൊ ഹയദ. അപ്പൊ അതിന്റെ ഇസ്മു ഫായിൽ എടുക്കുമ്പോൾ എങ്ങനെ വരണം? ഹയ്യിദ് എന്ന് വരണം. ഹയ്യിദ് എങ്ങനെ? യാഓട് കൂടി വരണം. കണ്ട? ഹയ്യിദ് എന്ന് വരണം. പക്ഷെ നമ്മൾ ഹയ്യിദ് എന്ന് പറയില്ല, ഹഇദ് എന്നാണ് പറയണത്. യാഇനെ പിടിച്ച് ഹംസയാക്കി. എന്താ കാരണം? സുലാസിയായ അജ്വഫായ ഫീലിന്റെ ഇസ്മു ഫായിൽ എടുക്കുമ്പോൾ അവിടെയുള്ള യാഇനെ പിടിച്ച് ഹംസയാക്കും. വാവാണെങ്കിൽ വാവിനെ പിടിച്ച് ഹംസയാക്കും. യാ ആണെങ്കിൽ യാഇനെ പിടിച്ചും ഹംസയാക്കും. ഓക്കെ. അപ്പോ 3 ഉദാഹരണങ്ങളാണ് നമ്മൾ പറഞ്ഞത്. എന്തൊക്കെ? ഇദാ സാദ അഹദും ബിമാലിഹി ഫകുൻ സായിദൻ ബിഅദബിക. ലാ തസ്അം ഇദാ ഹാല ഹായിലുൻ ദൂന മാ തത്ലുബ്. ഇദാ ഹാദ അനിൽ ഹഖ് ഹായിദുൻ ഫഅർഷിദുഹു. ഈ 3 ഉദാഹരണത്തിൽ നിന്ന് നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നമ്മളിപ്പോൾ 3 ഉദാഹരണങ്ങൾ പറഞ്ഞു. ഈ 3 ഉദാഹരണത്തിൽ ഒന്നാമത്തേത് സാദ, ഹാല, ഹാദ, ഇങ്ങനെ 3 ഫീലുകളുണ്ട്. ഈ 3 ഫീലിന്റെ പ്രത്യേകത എന്താ? അജ്വഫായ ഫീലാണ് അല്ലെ. സാദ നടുവില് അലിഫാണ്, ഹാല നടുവിൽ അലിഫ്, ഹാദ നടുവിൽ അലിഫ്. ഇങ്ങനെ അപ്പൊ അജ്വഫായ, അതോടൊപ്പം ഇത് സുലാസിയായ ഫീൽ കൂടിയാണ് അല്ലെ. സാദ എന്നുള്ളത് സുലാസിയാണ്, ഹാല സുലാസിയാണ്, ഹാദ സുലാസിയാണ്. ഇതിന്റെ ഇസ്മു ഫായിൽ എടുത്തപ്പോ സാദന്റെ സായിദ്, ഹാലന്റെ ഹായില്, ഹാദന്റെ ഹായിദ് ശരിക്കും എങ്ങനെ വരണം? സാദ യസൂദു എന്നാകുമ്പോ സാവിദ് എന്ന് വരേണ്ട ഇസ്മു ഫായില്. ഹാല യഹൂലു എന്നാകുമ്പോ ഹാവിലി എന്ന് വരണം. ഹാദ യഹീദു എന്നാകുമ്പോ എന്ത് വരണം? ഹയ്യിദ് എന്ന് വരണം. ഇവിടെയൊക്കെ വാവിനെ മറിച്ചാലും ഹംസയാക്കി, യാഇനെ മറിച്ച് ഹംസയാക്കി. എന്താ അതിനുള്ള കാരണം? നമ്മൾ വിശദീകരിച്ചല്ലോ. എന്താ വിശദീകരിച്ചത്? തുഖ്ലബുൽ വാവു വൽ യാഉ ഹംസതൻ ഫി ഇസ്മി ഫാഇലിൽ അജ്വഫി സുലാസി ലദി വസതുഹു
അലിഫുൻ. നടുവിൽ അലിഫുള്ള സുലാസിയായ അജ്വഫായ ഫീലിന്റെ ഇസ്മു ഫായിൽ എടുക്കുമ്പോൾ അവിടെയുള്ള വാവിനെയും യാഇനെയും മറിച്ച് ഹംസിയാക്കും. നിങ്ങൾ കിതാബിൽ രണ്ടാമത്തെ കായിക ശ്രദ്ധിക്കണേ. തുഖ്ലബുൽ വാവു വൽ യാഉ ഹംസതൻ ഫിസ്മിൽ ഫാഇലിൽ അജ്വഫി സുലാസിയി അല്ലദി വസതുഹു അലിഫുൻ. ഓക്കെ അല്ലേ? നടുവിൽ അലിഫുള്ള സുലാസിയായ ഫീൽ അജ്വഫായ ഫീലിന്റെ ഇസ്മു ഫായിൽ എടുക്കുമ്പോൾ അവിടെയുള്ള വാവും യാഉം മറിച്ച് ഹംസയാക്കും. അടുത്ത ഉദാഹരണം, അത്താരിഖു സ്വഹീഫത്തുൻ ഔ സ്വഹായിഫു മുഫീദ. അത്താരിഖു സ്വഹീഫത്തുൻ, ചരിത്രം എന്ന് പറഞ്ഞാൽ ഒരു പേജാണ്, അല്ലെങ്കിൽ ഉപകാരപ്രദമായ ഒരുപാട് ഏടുകളാണ്. ഇവിടെ സ്വഹീഫത്ത് എന്ന പദം, ആ സ്വഹീഫത്ത് എന്ന പദത്തിന്റെ അവിടെ നിങ്ങൾ യാഇനങ്ങൾ കണ്ടല്ലേ? അതിന്റെ ജമ്മ് നോക്കിയപ്പോൾ യാഇനെ കാണാൻ പോയി. സ്വഹൈഫ് എന്നായത് മുഫ്രത്തിൽ യാ ഉണ്ടായിരുന്നു, ജമ്മെടുത്തപ്പോൾ യാഇനെ കാണാനില്ല, ആ യാഇനെ പിടിച്ച് ഹംസയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, സ്വഹൈഫ് എന്നതിന്റെ അസ്ലി ശരിക്കും ആരാണ്? സ്വഹൈഫ് എന്നാണ്. കാരണം യാ അല്ല, മുഫ്രത്തിൽ യാ കാണാണ്ട് ജമ്മിൽ യാ കാണാനില്ല. അപ്പോൾ എന്തായിരിക്കും കാരണം? ഒന്ന് ആലോചിച്ച് നോക്കി, നിങ്ങൾ കിതാബിൽ നോക്കി. അപ്പൊ സ്വഹീഫത്ത് എന്ന പദത്തിന്റെ അസ്ലിയായ അക്ഷരം ആരൊക്കെ? സ്വാദ്, ഹ, ഫ. ഇതാണ് അസ്ലിയായ മൂന്നക്ഷരങ്ങൾ. താവ് പിന്നെ മുഅന്നസ് ആയതുകൊണ്ട് വന്നാണ്. അടുത്ത യാ ശരിക്കും ആരാ? സായിദയായി വന്ന മദ്ദിന്റെ അക്ഷരമാണ്. അപ്പോൾ സ്വഹീഫത്ത് എന്ന പദം നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ആ പദത്തിന്റെ പ്രത്യേകത എന്താണ്? അത് മുഫ്രദായ പദമാണ്, മുഅന്നസായ പദമാണ്. അതിൽ ആര് കൂടിയുണ്ട്? സായിദായ മദ്ദിന്റെ അക്ഷരമായ യാ ഉണ്ട്. ഇതിന്റെ ജം എടുക്കുമ്പോൾ കണ്ട, ജമ്മാര സ്വഹൈഫ് ജം എടുക്കുമ്പോൾ അത് തന്നെ ഇത് എന്ത് ജമ്മ? മുൻതഹൽ ജുമുഅന്റെ ജമ്മുകൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ? മദ്രസത്തും ജമ്മു, മദാരിസ്, ഫആയിൽ വസന് വരുന്നതൊക്കെ മുൻതഹൽ ജുമു എന്ന് നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട് അല്ലെ? എത്ര ക്ലാസ്സിൽ? 2ാം ക്ലാസ് 3ാം ക്ലാസ്സിൽ നിങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ടാവും. മദാരിസ് മുൻതഹൽ ജുമു എന്നാ പറയാം. അപ്പൊ അങ്ങനെ സ്വഹീഫത്ത് സ്വഹൈഫ് എന്ന മുൻതഹൽ ജംഇന്റെ സീഗയായതുകൊണ്ട് ഇങ്ങനെ മുൻതഹൽ ജംഇലെ ആ സീഗയിലാണ് വരുമ്പോ അവിടുത്തെ അലിഫിന് ശേഷം ഇതാ വഖഅ ഫിൽ ജംഇ ബഅദ അലിഫി സീഗതി മുൻതഹൽ ജുമുഇന്റെ സീഗയിലെ അലിഫിന് ശേഷം ഇത് സംഭവിച്ചാൽ അപ്പൊ ശരിക്കും ആരാ? സ്വഹൈഫ് എന്ന് വരണം. സ്വഹൈഫ് മുഫ്രദിലുള്ള യാ ജംഇലെ മുൻതഹൽ ജംഇന്റെ സീഗയിലെ അലിഫിന് ശേഷമാണ് വന്നത്. അങ്ങനെ വരുമ്പോൾ അവിടെയുള്ള യാഇനെ മറിച്ച് എന്താക്കി മാറ്റണം? ഹംസയാക്കി മാറ്റണം. അപ്പോൾ ഓക്കെ അല്ലേ? ഇനി രണ്ടാമത്തെ ഉദാഹരണം കിതാബിലേക്ക് നോക്കൂ. രണ്ടാമത്തെ ഉദാഹരണം, അജൂസും ഫഖീറത്തുൻ ദഖലത് മൽജഅൻ ലിൽ അജായിസി. ഒരു പാവം ദരിദ്രയായ ഒരു കേവി, ഒരു പാവപ്പെട്ട വൃദ്ധ, അവൾ വൃദ്ധസദനത്തിൽ പ്രവേശിച്ചു. അജൂസ് എന്ന പദം അത് മുഫ്രദായ മുഅന്നസായ പദമാണ്. അസ്ലിയായ അക്ഷരം ഐന് ജീം സ ആണ്. അടുത്ത വാവ് സായിദയായ മദ്ദിന്റെ അക്ഷരമാണ്. ആ വാവ് ഇനി ജം എടുത്ത് നോക്കിയപ്പോ അജാഇസ് എന്നാ വന്നത്. അജാഇസ് ശരിക്കും എന്തായിരിക്കും? നിങ്ങൾക്ക് ആലോചിച്ചാൽ തന്നെ കിട്ടും. അജൂസിന്റെ ജം അജാഇസ് എന്നല്ലേ വരേണ്ടത്? എന്ത് വരണം? അജാവിസ് എന്ന് വരണം അല്ലെ? അജാവിസ് എന്ന് വരണം. പക്ഷെ എന്തുകൊണ്ടാണ് ആ വാവ് പിടിച്ച് ഹംസയാക്കി മാറ്റിയത്? മുൻതഹൽ ജംഇലെ അലിഫിന് ശേഷമാണ് ഈ സായിദയായ മദ്ദിന്റെ അക്ഷരം വരുന്നത് എങ്കിൽ, സായിദയായ മദ്ദിന്റെ അക്ഷരം? മുഫ്രദായ മുഅന്നസായ ഒരു പദത്തിലുള്ള സായിദയായ മദ്ദിന്റെ അക്ഷരം അത് മുൻതഹൽ ജംഇലെ അലിഫിന് ശേഷം സംഭവിച്ചാൽ അതിനെ മറിച്ച് ഹംസയാക്കി മാറ്റണം. അടുത്ത ഉദാഹരണം, വസലത്നി അരിസാലത്ത് മഅ റസായിലിൽ ഉഖ്റ. വിവിധ കത്തുകളോട് കൂടെ എനിക്ക് കത്ത് കിട്ടി. ആ റിസാലത്ത് എന്ന പദത്തിന്റെ അസ്ലി അക്ഷരം ആരൊക്കെയാണ്? റാ, സീന്, ലാം. അടുത്ത അലിഫ് സായിദയായ മദ്ദിന്റെ അക്ഷരമാണ്. അപ്പൊ അതിന് ജം എടുക്കുമ്പോൾ ആ അലിഫ് മറിഞ്ഞുകൊണ്ട് ഇവിടെ ഹംസയായി മാറിയത് നിങ്ങൾ കണ്ടോ? ഹംസയായി മാറിയിട്ടുണ്ട്. ശരിക്കും അപ്പൊ എന്തായിരിക്കും? അങ്ങനെയല്ലേ വരിക അല്ലെ? അവിടെ അലിഫല്ലേ ഉള്ളത്. പക്ഷെ അലിഫിനെ പിടിച്ച് നമ്മൾ എന്താക്കി മാറ്റിയിട്ടുണ്ട്? ഹംസയാക്കി മാറ്റിയിട്ടുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ 3 ഉദാഹരണം ചർച്ച ചെയ്തു. സ്വഹീഫത്ത്, അജൂസ്, റിസാലത്ത്. ഈ പദങ്ങളുടെ പ്രത്യേകത എന്താ? മുഫ്രദായ മുഅന്നസായ പദമാണ്. അതിലൊക്കെ സായിദയായ മദ്ദിന്റെ അക്ഷരമുണ്ട്. ഒന്നാമത്തിൽ യാ ഉണ്ട്, രണ്ടാമത്തിൽ വാവ് ഉണ്ട്, മൂന്നാമത്തിൽ അലിഫ് ഉണ്ട്. ഇതിൻ്റെയൊക്കെ ജം എടുത്ത് നോക്കിയപ്പോൾ ഈ ജം തന്നെ മുൻതഹൽ ജംഇന്റെ സീഗയിലാണ് വന്നിരിക്കുന്നത്. അങ്ങനെ മുൻതഹൽ ജംഇലെ സീഗയിലെ അലിഫിന്റെ ശേഷമാണ് ഈ മദ്ദിന്റെ അക്ഷരം വന്നത് എങ്കിൽ അവയൊക്കെ പിടിച്ച് നമ്മൾ എന്താക്കി മാറ്റും? ഹംസയാക്കി മാറ്റും. അപ്പൊ സ്വഹൈഫിന്റെ അസ്ലി സ്വഹൈഫാണ്, അജാഇസിന്റെ അജാവിസ് ആണ്, റസായിലിന്റെ റസാല് അല്ലെ? അപ്പൊ വാവിനെ യാഇനെ ഹംസയാക്കി മറിക്കുന്ന ഒന്നാമത്തെ സ്ഥലം ഇതാ തത്വറഫ് ഇഹ്ദാഉമ ബഅദ അലിഫിൻ സായിദ അലിഫിന്റെ ശേഷം അവരെ ഏതൊന്ന് അറ്റത്ത് വന്ന. രണ്ടാമത്തെ നമ്മൾ പറഞ്ഞു അജ്വഫായ ഫിയലിന്റെ
മൂന്നാമത്തെ സ്ഥലവും നമ്മൾ പരിചയപ്പെട്ടു.